തങ്ങളുടെ കൈക്കരുത്ത് മുതലാളിയുടെ മുന്നിൽ വെച്ച് തന്നെ കാട്ടുവാൻ കിട്ടിയ അവസരം ഗുണ്ടകൾ ശരിക്കും ഉപയോഗിച്ചു. ശങ്കർക്കും വില്യംസിനും നിലവിളിക്കുവാൻ പോലും കഴിയാത്ത രൂപത്തിൽ അവർ അടിച്ചവശരാക്കി. കുമാരൻ തമ്പിയുടെ മുഖത്ത് സംതൃപ്തി തെളിഞ്ഞു. സബാഷ്! അയാൾ ഗുണ്ടകളെ അനുമോദിച്ചു. തറയിൽ കിടന്ന് ഞരങ്ങുകയും മൂളുകയും ചെയ്യുകയായിരുന്നു ഗുണ്ടകളായ ശങ്കറും വില്യംസും. ഇവർ വന്ന കാർ താഴെ കിടപ്പുണ്ടോയെന്ന് നോക്ക്. ഒരാൾ നോക്കി. മുകളിൽ അടി നടക്കുന്ന വിവരമറിയാതെ ടാക്സി ഡ്രൈവർ കാറിൽ ചാരി നിന്ന് ഒരു ബീഡി വലിക്കുകയായിരുന്നു. ഇവന്മാരെ ഇങ്ങനെ വിട്ടുകൂടാ, 2 ചാക്കുകളിലാക്കണം, തമ്പി പറഞ്ഞു. അനുചരർ നിമിഷങ്ങൾക്കുള്ളിൽ 2 ചാക്കുകളുമായി എത്തി. വില്യംസിനെയും ശങ്കറേയും ഓരോ ചാക്കുകളിലാക്കി ബന്ധിച്ചു. ആ കാറിൻ്റെ ഡിക്കിയിലാക്കി പറഞ്ഞു വിട്ടേര്. ഗേറ്റിലേക്ക് ഹോൺ ചെയ്ത് കാർ പരിശോധിക്കേണ്ടെന്ന് പറഞ്ഞേക്കൂ. ഗുണ്ടകൾ ചാക്കുകെട്ടുകളുമായി താഴേക്ക് പോയി. ഡ്രൈവർ തിരിഞ്ഞു നോക്കി. ഡിക്കി ഒന്ന് തുറക്കണം, ഈ ചാക്കുകെട്ടുകൾ വയ്ക്കാനാണ്. ഡ്രൈവർ ഡിക്കി തുറന്നു. ചാക്കുകൾ ഡിക്കിയിലാക്കി മുറുക്കി കെട്ടിയിരുന്നത് കാരണം വില്യംസിനും ശങ്കർക്കും ഒന്ന് ചലിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഡിക്കി അടഞ്ഞു. അവർ വൈകിട്ടേ വരികയുള്ളൂ, ഇതുമായി താൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഡ്രൈവർ തല കുലുക്കിക്കൊണ്ട് കാറിൽ കയറി. അത് തിരിച്ചുപോയി. കുമാരൻ തമ്പി സന്തോഷത്തിൽ ഒരു പെഗ്ഗുകൂടി കഴിച്ചു. അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം ഓർത്തത്. അവന്മാരോട് തന്നെ അടിച്ചത് എന്തിനാണെന്നും ആരാണ് അടുപ്പിച്ചതെന്നും ഒക്കെ ചോദിക്കാൻ വിട്ടുപോയി. ബാക്കിയുള്ളവരെ കൂടി കൈകാര്യം ചെയ്യാൻ കിട്ടിയ അവസരമാണ് നഷ്ടമായത്. ബാക്കിയുള്ളവരെ ഇനി എന്തെങ്കിലും കണ്ടെത്താം എന്നയാൾ ആശ്വസിച്ചു. സിറ്റി മുഴുവൻ അന്ന് CI ബെഞ്ചമിൻ്റെയും SI സാമിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് അരിച്ചു പേർക്കുകയായിരുന്നു. നഗരത്തിൽ വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്. ഹോട്ടലുകളും ലോഡ്ജുകളും മുഴുവൻ തപ്പി, ഒന്നും കിട്ടിയില്ല. അവസാനം റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര. കുമാരൻ തമ്പി കൊടുത്തുവിട്ട ചാക്കുകെട്ടുമായി വന്ന ടാക്സിക്കാറും ഏറ്റവും പിന്നിലായി നിന്നു. പോലീസുകാർ ഓരോ വാഹനവും ചെക്ക് ചെയ്യുന്നു. അവസാനം ടാക്സിയുടെ ഊഴമായി. പുറത്തേക്കിറങ്ങടാ, SI സാം കൽപ്പിച്ചു. അയാൾ അനുസരിച്ചു. കാറിനകത്തെങ്ങും ഒന്നുമില്ലായിരുന്നു. ഡിക്കി തുറക്ക്. ഡ്രൈവർ തുറന്നു. ഇതിനുള്ളിൽ എന്താണ്? അറിഞ്ഞുകൂടാ സാർ. പിന്നെ എന്താണെന്ന് ഓർത്തോണ്ടാ താനിത് വണ്ടിയിൽ കൊണ്ടുവന്നത്? ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ കൊടുത്തു വിട്ടതാ. അവർ പിന്നെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. തുറന്നു നോക്ക്, SI പോലീസുകാരോട് നിർദ്ദേശിച്ചു. അവർ ചാക്കുകെട്ടുകൾ തറയിലിറക്കി അതിൻ്റെ മൂടിയഴിച്ചു. അമ്പരിപ്പിക്കുന്ന ഒരു ശബ്ദം പോലീസുകാരിൽ നിന്നും ഉണ്ടായി. 2 ശവശരീരങ്ങൾ. അത് കണ്ടതേ ഡ്രൈവറെ കണ്ണുമിഴിച്ചു. ഇനി ഇവിടെ നിന്നാൽ തന്നെ ഇവർ ശരിയാക്കുമെന്നറിഞ്ഞതും അയാൾ പിന്നോട്ട് മാറി. പിന്നെ വാഹനങ്ങൾക്കിടയിലൂടെ ഒരു കുതിപ്പ് നടത്തി. റാസ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് SI സാം തിരിഞ്ഞപ്പോൾ ഡ്രൈവറെ കണ്ടില്ല. അവനെ കണ്ടുപിടിക്കേ. പോലീസുകാർ ചിതറിയോടി. ചാക്കിനുള്ളിൽ നിന്ന് ഞരക്കം കേട്ടോ? സാം സംശയിച്ചു. വീണ്ടും ഞരക്കം കേട്ടു. സാം നെറ്റി ചുളിച്ചു. ചാക്കിൽ നിന്ന് 2 ശരീരങ്ങളും റോഡിലേക്കിട്ടു. ആയാസപ്പെട്ട് 2 പേരും കണ്ണുകൾ തുറന്നു. മുന്നിൽ പോലീസിനെ കണ്ടപ്പോൾ അവർ നടുങ്ങിപ്പോയി. ഉടനെ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ ഹോസ്പിറ്റലിലാക്കി. മണിക്കൂറുകൾക്ക് ശേഷം SI കടന്നു ചെല്ലുമ്പോൾ 2 പേർക്കും ബോധമുണ്ടായിരുന്നു. കുമാരൻ തമ്പിയാണ് തങ്ങളെ തല്ലി ബോധശൂന്യരാക്കി ചാക്കിനുള്ളിലാക്കിയതെന്ന് അവർ പറഞ്ഞപ്പോൾ സാമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം മുതലുള്ള സംഭവങ്ങൾ തുറന്നു പറയാതിരിക്കുവാൻ കഴിഞ്ഞില്ല. SI സാം മിഴിച്ചു നിന്നു. ആകാശിൻ്റെ ഭാര്യ സ്വന്തം പിതാവിനെ വാടകയ്ക്ക് തല്ലിച്ചെന്നോ? ഒരു തീരുമാനമെടുക്കും മുമ്പ് ആകാശിനെയും ഭാര്യയെയും കാണണമെന്ന് സാം തീരുമാനിച്ചു. രാത്രിയിൽ തന്നെ പോലീസ് ജീപ്പ് ആകാശ് നിവാസിലെത്തി. ബുള്ളറ്റ് പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആകാശ് സ്ഥലത്തുണ്ടെന്ന് അനുമാനിച്ചു. ഗാർഡനിൽ 2 കസേരകൾ എടുത്തിട്ട് ആകാശും സാമും ഇരുന്നു. വിശ്വാസം വരാത്ത ഒരു കേസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കി സാം പറഞ്ഞു. അവൻ്റെ പുരികങ്ങൾ വളഞ്ഞു. എന്തായാലും അളിയൻ കാര്യം പറയേ. കാറിൻ്റെ ഡിക്കിയിലെ ചാക്കിനുള്ളിൽ നിന്ന് കിട്ടിയ ശങ്കറുടെയും വില്യംസിൻ്റെയും കഥ സാം പറഞ്ഞു. തുടർന്ന് അത്തരം സാഹചര്യത്തിന് വഴി തെളിച്ച സംഭവങ്ങളെക്കുറിച്ചും. അപ്പോൾ ഓർമ്മ അവിടെ എത്തി. താനും ഇരിക്കേ, ആകാശ് പറഞ്ഞു. അവളും ഇരുന്നു. അവിടെ വെച്ച് ഓർമ്മ തന്നെ എല്ലാ കഥകളും സാമിനോട് പറഞ്ഞു. അമ്പരന്ന് പോയി സാം. അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് സാം പറഞ്ഞു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണിത്. ഏതായാലും ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ മൊഴി വെച്ചുകൊണ്ട് ഞാൻ കേസൊന്നും എടുക്കാതിരിക്കാം. അങ്ങനെ വന്നാൽ തൽക്കാലം തമ്പിക്ക് കാര്യങ്ങൾ വ്യക്തമാകാതിരിക്കും. കേസ് എടുത്തു കഴിഞ്ഞാൽ അയാൾ കരുക്കൾ നീക്കിയേക്കും.
അതു മതിയെന്ന് ആകാശം പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഓർമ്മിപ്പിച്ചു. CI ബെഞ്ചമിൻ സാർ അയാളുടെ വളരെ അടുത്ത ബന്ധുവാണ്. അതിനേക്കാൾ അടുത്ത സുഹൃത്തുമാണ്. അയാളുടെ ഓരോ പരിപാടിക്കും ബെഞ്ചമിൻ്റെ പിന്തുണയുണ്ടായിരിക്കും. ഈ സമയം അവർ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്തത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. റോസ് വില്ലയിലെ ഫോൺ ശബ്ദിച്ചു. അറ്റൻഡ് ചെയ്തത് കുമാരൻ തമ്പിയാണ്. ഹലോ, ഞാൻ ബെഞ്ചമിനാണ്. എന്താടോ രാത്രിയിൽ? താൻ ഭയന്നിരുന്നതുപോലെ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. തന്നെ 2 തവണ തല്ലിച്ചത് ആരാണെന്നറിയാമോ? ഇല്ല. തൻ്റെ മകൾ തന്നെ. മകളോ? അങ്ങനെ പൊതുജനം കരുതുന്ന ആൾ. ഓർമ്മയോ? അതെ. അത് താൻ എങ്ങനെ അറിഞ്ഞു? ഇന്ന് 2 പേരെ താൻ ചാക്കിനുള്ളിലാക്കി വിട്ടില്ലേ? അവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ മൊഴിയാണിത്. ഈ വിവരം തന്നോട് പറയാൻ വരുമ്പോഴാണ് പോലും കാര്യം തിരക്കുക പോലും ചെയ്യാതെ താൻ അവരെ അടിച്ചത്, ചാക്കിനുള്ളിലാക്കിയത്. കുമാരൻ തമ്പിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഓർമ്മയെ അപ്പോൾ കയ്യിൽ കിട്ടിയാൽ ഒരടിക്ക് കൊല്ലാനുള്ള ആവേശമുണ്ടായിരുന്നു അയാൾക്ക്. ഫോൺ വച്ചിട്ട് ഉഗ്രസ്വരത്തിൽ കുമാരൻ തമ്പി അലറി. നളിനാക്ഷി!